എൻ്റെ വോട്ട് കണ്ണൂരാണ്. കണ്ണൂരിൽ വോട്ട് ചെയ്ത് ഞാൻ വരികയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പം ഇവിടെ നമ്മൾ വിസിറ്റ് തുടങ്ങി. അപ്പം ആളുകൾ മുഴുവൻ വളരെ ആവേശത്തിൽ പോൾ ചെയ്യാണ്. ഈ കൊടും ചൂടിലും പോളിങ്ങിന് ക്യൂവിൽ നിൽക്കുന്നതിൽ ഒരു പ്രയാസം ആളുകൾക്കില്ല. കാരണം അവരുടെ മനസ്സിൽ കൃത്യമായി ഒരു അജണ്ടയുണ്ട്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് ഇന്നത്തെ സ്ഥിതി അത് വളരെ പ്രസക്തമാണ് അവരുടെ മുമ്പിൽ. ഇവർ പലരും, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന പലരും മനസ്സിനകത്ത് ഒരു നോവുകാരി നടക്കുക. കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പരസ്യമായി ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ നമ്മുടെ മതന്യൂനപക്ഷങ്ങൾക്ക് സ്ഥിതി എന്താണെന്നുള്ളത് അവരെ ആശങ്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വാശിയോടെ പോളിങ്ങിന് എല്ലാവരും വന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമാണെന്ന് വളരെ അനുകൂലമാണ് നമുക്ക്. കാരണം നമ്മളെ നിലപാടുകളാണ് ശരിയെന്ന് അവർക്കറിയാം. നേരത്തെ ഞാൻ കേട്ടു, എൻ്റെ സുഹൃത്ത് ശശി തരൂർ 15 വർഷമായി ഇവിടെ MP ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഒരു ബുക്കുണ്ടെന്ന് കാണിച്ച് ആ ബുക്കിൻ്റെ അകത്തുള്ളതെല്ലാം ഒന്നും സ്ഥായിയായ കാര്യങ്ങളല്ല, പലതിൻ്റെയും ഉടമസ്ഥാവകാശം അദ്ദേഹം ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് പിന്നെ വലിയ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം, പുസ്തകവും ഇവിടെ ലഭിച്ചിരിക്കുന്ന പദ്ധതികളും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് അറിയാം. കാരണം കാരോട് റോഡിൻ്റെ എല്ലാം ഉടമസ്ഥാവകാശം ഏറ്റെടുത്താൽ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി നേരത്തെ സംസാരിക്കുമ്പോൾ. അങ്ങനെ വിഷമിച്ചുകൊണ്ട് കാര്യമില്ല. 15 വർഷം ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ മറുപടി കൊടുക്കും. അതുകൊണ്ട് വിഷമിച്ചിട്ടെന്താ കാര്യം? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കുന്നതാണ്. ജനങ്ങൾ ആ വോട്ടാണ് വാങ്ങുന്നത്. ആ വോട്ട് വാങ്ങിയ ജനങ്ങളോട് നീതി കാട്ടണം. നീതി കാണിക്കാതെ ഇപ്പോൾ ഒരുപാട് വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു കാര്യം. ഇപ്പോൾ രണ്ടുപേരും ഒരേ തരത്തിലാണ് വിമർശനം ഉന്നയിക്കുന്നത്. രണ്ടുപേരും ക്രോസ് വോട്ടിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? രണ്ടുപേരും പറഞ്ഞ ക്രോസ് വോട്ടിങ്ങാണ്. അതിൻ്റെ അർത്ഥം എന്താ? രണ്ടുപേർക്കും കാര്യം ബോധ്യമാണ്. അവർ രണ്ടുപേരും തുല്യ ദുഃഖിതരായി നിൽക്കുകയാണ്. ക്രോസ് വോട്ടിങ് പറഞ്ഞ് രക്ഷപ്പെടണം, ജയിക്കും എന്ന് അവർക്ക് രണ്ടുപേർക്കും ഒരു വിദൂര സ്വപ്നം പോലും ഉണ്ടാകാൻ വിചാരിച്ചില്ല. ഇനി അവർക്ക് ഒരു മാർഗ്ഗമേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം. ആ മത്സരം നടക്കട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞ് ഞാനൊരു ക്രിക്കറ്റിൻ്റെ കളിയെക്കുറിച്ച് അദ്ദേഹം പറയാതിരിക്കാൻ നല്ലത്. അത് പറഞ്ഞാൽ വളരെ മോശമാണ്. ക്രിക്കറ്റിൻ്റെ പഴയ ഓർമ്മകൾ പലതും പുറത്തേക്ക് വന്നു. ഞാൻ ക്രിക്കറ്റിൻ്റെ കാര്യമല്ല, ഞാൻ ഫുട്ബോളിൻ്റെ കാര്യമാണ് ഓർക്കുന്നത്. ഞാനൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ക്രിക്കറ്റ് ഞാൻ സ്ഥിരമായി കാണുന്നതാണ്. അതുകൊണ്ട് ക്രിക്കറ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നതാണ്. ലോക ഫുട്ബോളിൽ ഇപ്പം മികച്ചു നിൽക്കുന്ന മെസ്സി തന്നെയാണ്. മെസ്സിൻ്റെ ഇടംകാലം ഷോട്ടില്ലേ, ആ ഷോട്ട് ഏത് വലിയ ഗോൾ കീപ്പറെയും കടന്ന് പോസ്റ്റകത്തേക്ക് പോയി പതിക്കും. അത് ഉറപ്പാണ്. അത് ജനങ്ങളുടെ പിന്തുണയോടുകൂടി, ജനങ്ങളുടെ പുറത്തു നിന്നുള്ള ആരവം എൻ്റെ ഗ്രൗണ്ടിലേക്ക് എൻ്റെ ചെവിയിൽ വന്ന് വലക്കുമ്പോൾ അത് ഉറപ്പാണ്. എൻ്റെ മനസ്സിലുള്ള ഊർജം കൂടുകയാണ്. അത് നല്ല ഗോളായി മാറുമെന്ന കാര്യം തർക്കമേ ഇല്ല. ഓക്കെ, പന്ന്യൻ രവീന്ദ്രൻ മാധ്യമങ്ങൾ കാണുകയായിരുന്നു.